ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം ആദ്യം വായിക്കാം. 13:12. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. രോഗബന്ധനം, നാം പലതരത്തിലുള്ളതായ ബന്ധനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. ദൈവം തരുന്ന വാഗ്ദത്തമാണ് സ്വാതന്ത്ര്യം തരാമെന്ന്, ബന്ധനം അഴിക്കാമെന്ന് ദൈവം തരുന്ന വാഗ്ദത്തം. ആ വാഗ്ദത്തം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മാനസികമായി ദൗർബല്യമുള്ളവർ, മനസ്സിൽ ധൈര്യം കുറഞ്ഞവർ, ചഞ്ചലത്വമുള്ള ഹൃദയത്തോടു കൂടിയവർ, അവർക്കെല്ലാം ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും അവരുടെ ബന്ധനം അഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. രോഗത്തിൻ്റെ ബന്ധനം, നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത് പാപത്തിൻ്റെ ബന്ധനം, പിശാചിൻ്റെ ബന്ധനം, ശാപത്തിൻ്റെ ബന്ധനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചിന്തിച്ചത്. ബന്ധനം അഴിച്ചുവിടുന്നു. ക്രിസ്തു ബദ്ധന്മാരെ വിടുവിക്കാൻ വന്നു എന്ന് യെശയ്യാവ് പറയുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ബദ്ധന്മാരെ വിടുവിക്കുവാൻ. ബദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കുവാൻ ക്രിസ്തു വന്നു. ക്രിസ്തു വരുന്ന കാര്യമാണ് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞത്. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കുവാൻ ക്രിസ്തു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ശാപത്തിന് ബന്ധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒന്നുകൂടി ഓർക്കണം. വൃഥ ശപിക്കുന്ന ആളുകളുണ്ട്. ഒരു കാരണമില്ലാതെ ശപിക്കും. കാരണമില്ലാതെ ശപിക്കുന്നതിനെക്കുറിച്ച് ആരും ഭയപ്പെടേണ്ട. ശാപം ഫലിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണം. കാരണം കൂടാതെ ഒരു ശാപവും ഫലിക്കുകയില്ല. അപ്പൻ ശപിച്ചാലും ഫലിക്കുകയില്ല, അമ്മ ശപിച്ചാലും ഫലിക്കുകയില്ല, അമ്മായിയമ്മ ശപിച്ചാലും ഫലിക്കുകയില്ല, പള്ളിയിൽ അച്ഛൻ ശപിച്ചാലും ഒന്നും സംഭവിക്കില്ല, മെത്രാച്ചൻ ശപിച്ചാലും ഒന്നും സംഭവിക്കില്ല. കാരണം ഉണ്ടെങ്കിലേ ശാപം ഫലിക്കുകയുള്ളൂ. കാരണം കൂടാതെ ഒരു ശാപവും ഫലിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യർ വെറുതെ ശാപിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്കുകൾ, നശിച്ചു പോകട്ടെ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിന്ന് കേട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അതെല്ലാം പിശാച് പറയുന്ന വാക്കുകളാണ്. കാരണം ഉണ്ടെങ്കിൽ അത് ഫലിക്കും. പിശാച് പാവപ്പെട്ട മനുഷ്യരെ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനുമായിട്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. പക്ഷെ പലപ്പോഴും പറ്റുന്ന ഒരു വലിയ അപകടം, അനേകം ആളുകളും ശപിക്കുന്നെന്നറിയാതെ തന്നെ ചിലതെല്ലാം പറഞ്ഞു പോകുന്നു. വിഡ്ഢിത്തമാണ്. ശപിക്കുന്നെന്നറിയാതെ, ശാപമാണെന്നറിയാതെ ആരെങ്കിലും ഒരാൾ നിന്നെ കൊണ്ടുപോട്ടെ എന്ന് പറയുമ്പോൾ, ചത്ത് കൊണ്ടുപോട്ടെ, ശവം കൊണ്ടുപോട്ടെ എന്നാണ് അർത്ഥം. അങ്ങനെ പറയുന്നത് ആഗ്രഹിച്ചല്ല, അങ്ങനെ ദോഷം വരണമെന്ന് വിചാരിച്ചല്ല, വിവരറിയാതെ ചുമ്മാ ചില വാക്കുകൾ പറയും. അങ്ങനെ വരാൻ പാടില്ല. ശാപവാക്കുകൾ നമ്മുടെ നാവിൽ വരാൻ പാടില്ല. നമ്മുടെ നാവിൽ ശാപവാക്ക് വരാൻ പാടില്ല, അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ വരാവൂ. ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും ശാപവാക്കുകൾ ഒരിക്കലും നമ്മുടെ നാവിൽ വരരുത്. ആരോടും, നമ്മെ ഏറ്റവും ഉദ്രവിക്കുന്ന ആളോട് പോലും, ആളെക്കുറിച്ച് പോലും ശാപവാക്ക് നമ്മുടെ ഹൃദയത്തിൽ വരരുത്. ഒരിക്കലും പാടില്ല. കാരണം കൂടാതെ ശാപം ഭരിക്കുകയില്ല. അഥവാ ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ശപിച്ചാൽ അത് ഭരിക്കാതെ കൊണ്ട് കർത്താവ് ശാപത്തിൻ്റെ ബന്ധനം അഴിച്ചു തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ശാപത്തിൻ്റെ ബന്ധനം, പാപത്തിൻ്റെ ബന്ധനം. ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് രോഗത്തിൻ്റെ ബന്ധനം. അനേകം ആളുകൾ ഇന്ന് രോഗത്തിൻ്റെ ബന്ധനത്തിലാണ്. രോഗത്തിൻ്റെ ബന്ധനം, അതാണ് ഇവിടെ പറയുന്നത്. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. സ്തോത്രം. അന്ന് ദേവാലയത്തിലേക്ക് ആ സ്ത്രീ പതിവ് പോലെ വരികയായിരുന്നു. പാവം നിവരാൻ നിവൃത്തിയില്ല, മുഖം നിവൃത്തി ആരെയും കാണാൻ നിർവാഹമില്ല. പാവം കൂനി വരികയാണ്. 1-2 വർഷമല്ല, 18 കൊല്ലമായി കൂന് ബാധിച്ചിരിക്കുന്നു. എന്തൊരു ദയനീയമായ ഒരു അനുഭവമാണത്. 18 കൊല്ലമായി കൂന് ബാധിച്ചിരിക്കുന്നു. 18 കൊല്ലമായി കൂന് ബാധിച്ചിരിക്കുന്ന ആ സ്ത്രീ പതിവ് പോലെ അന്നും ദേവാലയത്തിലേക്ക് വന്നു. കൂനി ഒരുപക്ഷെ വല്ല വടിയും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പാടില്ല. അതൊന്നും വേദവസം പറയുന്നില്ല, വിശദമായ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അവൾ കൂനി വരികയാണ്. കൊണ്ട് ഈ ശരീരത്തിൽ കൂന് വരുന്നത് അതൊരു ബന്ധനമാണ് എന്ന് പലരും അറിയുന്നില്ല. ശരീരത്തിൽ കൂന് വരുന്നതൊരു ബന്ധനമാണ്. ശരീരത്തിൽ ഏതെങ്കിലും അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു വളവോ അതല്ലെങ്കിൽ അവയവത്തിന് ഒരു ഭംഗമോ വരുന്നത്, അതും നാം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാറില്ല. എന്തോ ചില ശാപങ്ങൾ, കാരണവന്മാരുടെ കാലം മുതലുള്ളതായ ഏതെങ്കിലും ശാപങ്ങൾ നമ്മൾ വേട്ടയാടുന്നതായിരിക്കും.
ഒരു ബന്ധനമാണത്, രോഗത്തിൻ്റെ ബന്ധനം. ഈ പാവം സ്ത്രീ പതിവ് പോലെ അന്നും സംഘാലയത്തിൽ വന്നു. കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഒരു വലിയ ഭാഗ്യം. യേശു അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ആ സ്ത്രീ വന്നത്. പതിവ് പോലെ ആ സ്ത്രീ വന്നു. പക്ഷേ അന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. യേശു അവിടെ ഉണ്ടായിരുന്നു. യേശു ഉള്ളയിടത്ത് എത്തുന്നത് വലിയൊരു ഭാഗ്യമാണ്. യേശുവിൻ്റെ അരികത്തേക്ക് എത്തുന്നത് വലിയൊരു ഭാഗ്യമാണ്. യേശു ഉണ്ട് എന്ന് അറിയാതെയാണെങ്കിലും യേശു ഉള്ളിടത്ത് വരുന്നത് ഭാഗ്യമാണ്. പാവം സ്ത്രീക്ക് യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ, യേശു അവിടെ വരുമെന്ന് അറിഞ്ഞുകൂടാ, യേശു അവൾക്ക് സൗഖ്യം കൊടുക്കാൻ പോകുന്നവൾക്ക് അറിഞ്ഞുകൂടാ. അവൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല വരുന്നത്, പതിവ് പോലെ വന്നതേ ഉള്ളൂ. നമ്മളും അങ്ങനെയാണ് പലപ്പോഴും, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല യോഗത്തിന് വരുന്നത്. ഒരു അത്ഭുതകരമായ വിടുതൽ നമുക്ക് തരും ദൈവം, അത്ഭുതകരമായ വിടുതൽ. വന്നതുപോലല്ല, എന്തോ ഒരാശ്വാസം കിട്ടിയതായി നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റും. നൂലാമാലകളിൽ കുടുങ്ങി വലഞ്ഞ് വിഷമിച്ച് ഭാരപ്പെടുന്ന മനുഷ്യന് ഒരിട്ടാശ്വാസം കിട്ടുന്ന നല്ലതല്ലേ? ആശ്വാസം കിട്ടിക്കൊണ്ട് പോകാൻ പറ്റും. മനസ്സലിയുള്ള പിതാവും സർവ്വാശ്വാസം നൽകുന്ന ദൈവമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. മനസ്സലിയുള്ള പിതാവും സർവ്വാശ്വാസം നൽകുന്ന ദൈവം. ദൈവം എപ്പോഴും ആശ്വസിപ്പിക്കുന്നവനാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം ശിക്ഷിക്കുന്നവനല്ല, ദൈവം ശിക്ഷിക്കുകയില്ല. അത് ഒന്ന് മനസ്സിലാക്കണം. എന്താണ്? ദൈവം ശിക്ഷിക്കുന്നില്ല. നമുക്ക് വരുന്ന ശിക്ഷകൾ, നമുക്ക് വരുന്ന കെടുതികളെല്ലാം പിശാച് വരുത്തുന്നതാണ്, ദുരാത്മാവ് വരുത്തുന്നതാണ്. ദൈവത്തിൻ്റെ കൈ മാറുമ്പോൾ പിശാച് കയറി ആക്രമിക്കുന്നതാണ് നമുക്ക് വരുന്നതായ പ്രതിസന്ധികൾ. ദൈവത്തിൻ്റെ കൈ മാറിപ്പോകുന്നു. എന്തുകൊണ്ട്? നമ്മുടെ പാപം കൊണ്ട്. നമ്മുടെ പാപം കൊണ്ട് ദൈവത്തിന് നമ്മെ പിടിച്ച് നിർത്താൻ പറ്റാതെ വരുന്നു, ദൈവത്തിന് നമ്മെ താങ്ങി നിർത്താൻ പറ്റാതെ വരുന്നു, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു. പിശാച് അവകാശം പറഞ്ഞ് പറയും, ദൈവത്തോട് വാദിക്കും, ഇവൻ എൻ്റെ വകയാണ്, ഇന്ന പാപം ഇവന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ പാടില്ല എന്ന് പിശാച് വാദിക്കും. അതുകൊണ്ട് പിശാച് തർക്കിച്ച് വാദിക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ കണ്ടുപിടിക്കുകയും അവൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും പിശാചിനെ തള്ളിപ്പറയുകയും ചെയ്യുമെങ്കിൽ ഇനിമേൽ പാപമില്ല എന്നുള്ളത് തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ ദൈവം അത്ഭുതമായി പ്രവർത്തിക്കും, നമ്മുടെ ബന്ധനം അഴിച്ചു തരും. രോഗത്തിൻ്റെ ബന്ധനം എപ്പോഴും ഓർത്തുകൊള്ളൂ. രോഗത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട്, എല്ലാ ആളുകളിലുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, പാപത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ രോഗം മാറുന്ന അനുഭവം ധാരാളമുണ്ട്. പാപം മാറുമ്പോൾ, ക്രിസ്തു അകത്ത് വരുമ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടുന്നത് മാത്രമല്ല, ക്രിസ്തു അകത്ത് വരുമ്പോൾ രോഗങ്ങൾ വഴി മാറുന്നു, രോഗങ്ങൾ മാറിപ്പോകുന്നു. നമുക്ക് അനുഭവമാണത്, പലർക്കും അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഈ രോഗം വന്നതിന് പിന്നിൽ പിശാചിന് കൈയുണ്ടല്ലോ, പിശാചിന് എന്തോ ഒരു സ്വാധീനമുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്തത് എന്തെല്ലാം വന്ന് ഞാൻ ഒന്ന് കണ്ട് ഞാൻ അനുഭവിക്കുക. അപ്പോൾ ഭാഗ്യവശാൽ നമ്മുടെ അനുതാപം കണ്ട് കർത്താവ് നമ്മുടെ അരികത്തേക്ക് വരുന്നു, പിശാച് വഴിമാറുന്നു, കർത്താവ് വന്ന് നമ്മെ തൊടുന്നു, രോഗം സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുള്ളൂ. വിട്ടുമാറാത്ത തലവേദനയാണ് ഒരാൾക്ക്, വിട്ടുമാറാത്ത തലവേദന. എന്ത് ചെയ്താലും ഫലമില്ല. ഡോക്ടേഴ്സ് നോക്കി, എല്ലാം സ്കാനിങ്ങും എല്ലാം നോക്കി, ഒരു കുഴപ്പമില്ല. പക്ഷേ തലവേദന മാറുന്നില്ല. പക്ഷേ ആൾ ജീവിതം കർത്താവിന് സമർപ്പിച്ച ക്രിസ്തു ആളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അത്യത്ഭുതകരമായിട്ട് തലവേദന മാറുന്നതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം 19 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 36-ാമത്തെ വയസ്സിൽ. ആ കാലങ്ങളിലൊക്കെ എനിക്ക് ഈ എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ ഭയങ്കരമായ തലവേദനയായിരിക്കും. എന്തോ അവിടുത്തെ അലർജി ആയിരിക്കും എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഒരു വെയിൽ കൊണ്ടാൽ തലവേദന തുടങ്ങും. അത് എറണാകുളം ഭാഗത്തേക്ക് പോയാൽ തീർച്ചയാണ് ഒന്ന് പിന്നെ ഒന്ന് കഴിക്കാൻ പറ്റുകയില്ല, പിന്നെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാലേ തലവേദന മാറുകയുള്ളൂ. ഞാൻ അത് തലവേദന മാറാനായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ അനുഗ്രഹീത പുരുഷനായ ഞങ്ങളുടെ പപ്പ ഇവിടെ വന്ന് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരത്ഭുതം! ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഓർത്തില്ല. എൻ്റെ തലവേദന നിശേഷം മാറി. പിന്നെ എവിടെ പോയാലും ആ തലവേദന വരുന്നില്ല. കാരണം പപ്പായുടെ സ്തുതിയിൽ കൂടി പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് എന്നെ തൊട്ടു, എൻ്റെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അതോടുകൂടി ആ തലവേദന മാറിപ്പോയി. എൻ്റെ പെങ്ങൾക്ക് കയ്യിൽ, ഈ കൈയുടെ ഈ ഭാഗത്ത് തിണർത്ത പാടുകളുണ്ടായിരുന്നു.
ഇതിങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ. അതിന് ചികിത്സയൊക്കെ ചെയ്തു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയി അതിന് ചില ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. മരുന്ന് തൊട്ട് മാത്രമല്ല, ലൈറ്റ് അടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തു. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് കണ്ടാണ് ചെയ്തത്. ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും പെങ്ങൾക്ക് അസുഖം മാറുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടാലൊരു ഭംഗികേട് ഒന്ന്. രണ്ട്, അത് ചിലപ്പോൾ ചൊറിച്ചിലുണ്ട്, ബുദ്ധിമുട്ട്. പപ്പ വന്ന് സ്തുതിച്ചു കഴിഞ്ഞു. പെങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു. എന്തൊരത്ഭുതം! അത് നിശ്ശേഷം അങ്ങനെ ഒരു പാടവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്തതുപോലെയായി. അങ്ങനെ ഒരു പാടുണ്ടെന്ന് പോലും അറിയാൻ വയ്യാതെയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, രോഗബന്ധനം ഉള്ളപ്പോൾ നാം ആഗ്രഹിക്കേണ്ടത് രോഗം മാറണമെന്ന് ആഗ്രഹിക്കാം, തീർച്ചയായിട്ടും ആഗ്രഹിക്കാം. പക്ഷേ അതിനു മുൻപ് ശത്രുവായ പിശാചിന് എൻ്റെ മേൽ അവകാശമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിശാച് അവകാശം പറയുന്ന കാര്യങ്ങളുണ്ടോ? പിശാച് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അങ്ങനെ നിങ്ങൾ അത് ചിന്തിച്ച് കഴിയുമ്പോൾ ചിലതെല്ലാം ഓർമ്മ വരും, പാവം ഓർമ്മ വരും. മുഴുവനായിട്ട് നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും മുഴുവനായിട്ട് കർത്താവിനെ കൊടുക്കുക. മുഴുവൻ. കർത്താവ്, എനിക്ക് മറ്റൊന്നും വേണ്ട, രോഗസൗഖ്യവും ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി, യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കർത്താവേ, ഈ ലോകത്തിൽ എനിക്കൊന്നും വേണ്ട, എനിക്ക് യേശു വന്നാൽ മതി, യേശു വേണം എനിക്ക്. ഇന്നതുപോലെ ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ യേശു എൻ്റെ പാദപീഠത്തിലേക്ക് എത്തണം, അത് മാത്രം മതി. എൻ്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും നീ അഴിച്ചു തരണം, എല്ലാ പാവങ്ങളുടെ കെട്ടുകൾ നീ പൊട്ടിച്ചു തരണം കർത്താവ്, എല്ലാ ശാപങ്ങളും നീ മാറ്റി തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ വ്യക്തമാണ്, പ്രകടമായ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. വ്യക്തമാണ്, സത്യമായിട്ടും ഒരു ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ നോക്കിയല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച് നോക്കൂ, എന്തൊരു സമാധാനമാണെന്നറിയാമോ? അല്പം മുമ്പ് ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്ന മുമ്പ് ഞാൻ ചിന്തിക്കായിരുന്നു, കർത്താവ് ഒരു അല്ലലുമില്ല, ഒരു അലട്ടലുമില്ല, വലിയ സമാധാനം. ഇതെനിക്ക് യോഗ്യതയില്ലല്ലോ, ഈ സമാധാനത്തിന് എനിക്ക് അർഹതയില്ലല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു അലൗകികമായ ശാന്തി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരും. ഉണ്ട്, പ്രയാസങ്ങളുള്ളവരാണല്ലോ നാം എല്ലാവരും. പക്ഷേ ഒന്നും നമ്മൾ തൊടാതാകും. എന്തെല്ലാം ഉണ്ടെങ്കിലും തൊടാതെ വരും. മനസ്സിന് സംതൃപ്തിയും ശക്തിയും ലഭിക്കും, മനസ്സിന് ധൈര്യം ലഭിക്കും, മനസ്സിൻ്റെ ഊർജ്ജസ്വലത ലഭിക്കും, നല്ല കരുത്തരായി നാം തീരും. വെറുതെ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട, ഓർത്തോർത്ത് ആദ്യം കൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങളുടെ പ്രശ്നം എന്തും ആകട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുക, ക്രിസ്തു അകത്ത് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യമില്ലാതെ ആദ്യം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. എന്താ കാര്യമെന്ന് പറയുമ്പോൾ എന്തോ ഒരു ആദി, ഏതാണ്ട് ഒരു ആന്തലെന്ന് പറയും, ഏതാണ്ട് ഒരു ആദി, പ്രത്യേക കാര്യമൊന്നും ഓർക്കുന്നില്ല. ചിന്തിച്ച് വരുമ്പോൾ പ്രത്യേക കാര്യമൊന്നുമില്ല. പിന്നെ എന്താണാവോ? ഒരു ധൈര്യക്കുറവ്, ഒരു പ്രാപ്തിക്കുറവ്, ഒരു ബലഹീനത, എന്തോ എൻ്റെ മനസ്സിലൊരു ധൈര്യം കിട്ടുന്നില്ല തോന്നുന്നു. ഈ തോന്നൽ അത് പിശാച് തരുന്ന തോന്നലാണ്. അവിടെ അതിനെ ജയിക്കാൻ ഒറ്റയ്ക്കൊരു മാർഗ്ഗമേ ഉള്ളൂ, ക്രിസ്തു അകത്ത് വന്നാൽ മതി, യേശു ക്രിസ്തു അകത്ത് വന്നാൽ മതി, അതിനെല്ലാം ജയിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു മാനസിക രോഗമുള്ള ഒരാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുന്നു. അവർ പ്രയാസം, മാനസിക രോഗമാണ്, പ്രയാസമാണെന്നൊക്കെ പറയുന്നു. ഡോക്ടറൊക്കെ നോക്കുന്നു. ഡോക്ടർ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. പക്ഷേ ആ രോഗിക്ക് യേശുവിനെ കാണിച്ചു കൊടുത്താൽ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുത്താൽ ആ രോഗിക്ക് സൗഖ്യം വരുന്നത് കാണാം. കാരണം അനേക രോഗങ്ങളും പാപം മൂലമാണ്, അനേകം രോഗങ്ങളും പിശാചിൻ്റെ ബാധ മൂലമാണ്. അവിടെ 12-ാം വാക്യത്തിൽ പറയും, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ 18 കൊല്ലമായി ബന്ധിച്ചിരുന്നു. 18 കൊല്ലമായി പിശാച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതായത് കൂടിപ്പോയത്. ആൾ വളഞ്ഞു പോയതിന് കാരണം അതാണ്, മുതുക് വളഞ്ഞു പോയി. 18 കൊല്ലമായി സാത്താൻ വളച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. 18 കൊല്ലമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? അതാ ചോദിക്കുകയാണ്. ബന്ധനം അഴിച്ചു വിടുന്നു. സ്തോത്രം. ഇന്ന് ദൈവം കൃപ ചെയ്ത് നിങ്ങൾ വന്നിരിക്കുന്ന നല്ല ദിവസമാണ്. ഇന്ന് നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എന്തെല്ലാമാണ് എൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, എൻ്റെ കുടുംബത്തിനുള്ള ബന്ധനങ്ങൾ. എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കയ്യിൽ തങ്ങുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്
ഞാൻ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒന്നും കയ്യിൽ കിട്ടുന്നില്ല, എങ്ങനെയോ ചേർന്ന് പോകുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമില്ലാന്ന് വിചാരിച്ചപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പൈസ പോകുന്നു, പൈസ കയ്യിൽ കിട്ടുന്നില്ല. എന്നും കടം. എന്താണ് കഥ? ഇതെന്താ ഇങ്ങനെ വരുന്നത്? എന്നും കടം, എന്നും അസ്വസ്ഥത, കുടുംബത്തിലെന്നും അലോഹ്യം. എൻ്റെ ദൈവം, ഇതിനെന്താ പരിഹാരം? പ്രിയപ്പെട്ടവരെ, പരിഹാരം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു. വേറൊന്നും വേണ്ട. ഞാൻ തുറന്ന് പറയുകയാണ്, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വരണമെന്ന് പോലും ഇല്ല. സത്യം പറയട്ടെ, നിങ്ങൾ കൂട്ടായ്മയിൽ വരണമെന്ന് പോലും ഇല്ല. ഞങ്ങൾ ആരെയും വ്യക്തിപരമായിട്ടൊന്ന് കാണണമെന്ന് പോലും ഇല്ല. നിങ്ങൾ ക്രിസ്തുവിനെ കാണുക, യേശു ക്രിസ്തുവിനെ കാണുക. ക്രിസ്തു, സർവാധിപതിയായ ക്രിസ്തു, സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മാതാവും വിധാതാവുമായ ക്രിസ്തു. ക്രിസ്തുവിനെ നിങ്ങൾ കാണുക, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക, ക്രിസ്തുവിനായിട്ട് നിങ്ങളുടെ ജീവിതം വേർതിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഈ ദൈവത്തിന് വേലിക്കേണ്ടി ഇറങ്ങണമെന്നല്ല ഒന്ന് പറഞ്ഞത്, നിങ്ങൾ 10 പൈസ സമ്മാനം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ സ്നേഹവാനായ ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കാണുക, സ്നേഹം മാത്രമായ ക്രിസ്തുവിനെ കാണുക. യേശു ക്രിസ്തു സ്നേഹമാണ് നിങ്ങൾ അറിയുക. അനേകരും ദൈവത്തെ പേടിയോടെയാണ് കാണുന്നത്. അയ്യോ ദൈവം കോപിക്കും, ദൈവം ശിക്ഷിക്കും. ദൈവത്തെ പേടിയായിട്ട് കാണേണ്ട കാര്യമില്ല. ദൈവം സ്നേഹമാണ്. നിങ്ങളിൽ എങ്ങനെയെങ്കിലും തന്നെ പരിശുദ്ധാത്മാവിനെ പകർന്ന് നിങ്ങൾ വിടുവിക്കുവാനും നിങ്ങളുടെ ബന്ധനം അഴിക്കുവാനും നിങ്ങൾക്ക് സമാധാനം തരുവാനും ക്രിസ്തു ഉദ്യമിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഉദ്യമം ഫലപ്പെടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. സാത്താന് ഇടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കുന്നതായ ഇഷ്ടക്കുറവുകളോ മുഷിച്ചിലുകളോ വൈരാഗ്യമോ പകയോ പിണക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കളയണം, തൂത്തെറിഞ്ഞ് കളയണം. എന്തെല്ലാം ഉണ്ടോ, ദുശ്ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. മദ്യപാനം, അല്ലെങ്കിൽ പുകവലി, അല്ലെങ്കിൽ വെറുക്കൂത്ത്, ചീട്ടുകളി സംഘങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ചൂതുകളി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ പലതും ഉണ്ടല്ലോ. എന്തെല്ലാം, എല്ലാം എറിഞ്ഞു കളയുക, എല്ലാം കടപുഴക്കി എറിഞ്ഞു കളയുക, ദുശ്ശീലങ്ങളെല്ലാം മാറ്റുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറയാം. എൻ്റെ അമ്മ വെറ്റില മുറുക്കുന്ന ശീലമുണ്ടായിരുന്നു എനിക്ക്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പ്രായമായവരൊക്കെ വെറ്റില പുകയിലൊക്കെ കൂട്ടിയുള്ള ചുണ്ണാമ്പൊക്കെ ചേർത്തുള്ള വെറ്റില മുറുക്കുക. ഞാൻ മനസ്സിലാക്കിയപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇതങ്ങ് മാറ്റരുതോ? അയ്യോ മാറ്റി, എനിക്ക് വലിയ വിഷമമായി. ഇത് ഈ വെറ്റില മുറുക്കിയില്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ്, എനിക്ക് വലിയൊരു ദാഹം പോലെ ഉണ്ടെങ്കിൽ വരും. ആട്ടെ അമ്മ പരീക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അമ്മ അത് ചെയ്തു. നിശേഷം മാറി, ആ സ്വഭാവം തന്നെ മാറി. അത്രയും പ്രായമായിട്ട്, അമ്മ നല്ല പ്രായമായിട്ട് തന്നെ ആ പ്രായത്തിൽ അത് വേണ്ടായെന്ന് വെച്ചു, വേണ്ടെന്ന് വെച്ചു, മാറി. നിങ്ങൾ മദ്യപിക്കുന്നവരാണോ? മദ്യത്തിന് ആസക്തിയുണ്ടോ? ഇല്ല, തൊടില്ല, അതിൻ്റെ അരികത്ത് എത്തുകയില്ല, കുടിക്കുന്നവരുടെ കൂടെ ഇരിക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അത് നിങ്ങളുടെ തീരുമാനമാണ്. അല്ല, പുകവലിക്കുന്നുണ്ടോ? പുകവലിയുടെ ഒരു ആസക്തി വരികയാണോ? വിട്ടുകളഞ്ഞേക്കണം, ഉപേക്ഷിച്ചേക്കണം. വേണ്ട, ഇനി തൊടുകയില്ല. ചിലർ പറയും, സാറേ ഇന്ന് ഇപ്പോൾ ഒരു 10 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നത് ഒരു 5 സിഗരറ്റാക്കി കുറയ്ക്കാം. നോ, ഫലമില്ല. സാറേ അല്ല, ഒരു 2 സിഗരറ്റ് ഒരു ദിവസം പറ്റില്ല. നിശേഷം വിട്ടാൽ വിട്ടത് തന്നെ. നിശേഷം കുറേശ്ശായിട്ട് വിടുകയല്ല, നിശേഷം വിടണം. ഇങ്ങനെ നമ്മുടെ ദുശ്ശീലങ്ങളെല്ലാം തമ്മിൽ നിന്ന് മാറ്റണം. അപ്പോൾ നമ്മുടെ ദുശ്ശീലങ്ങൾ മാറുമ്പോൾ നമ്മുടെ കോപം മാറും, നമ്മുടെ വഴക്ക് മാറും, നമ്മുടെ പിണക്കം മാറും, ആരുടെയെങ്കിലും ഈർഷ്യയുണ്ടെങ്കിൽ അത് മാറും. ആരോട് പ്രത്യേകിച്ച് ഒരു വിപ്രതിപത്തിയില്ല. വിപ്രതിപത്തി എന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടക്കുറവില്ല, ആരോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടക്കുറവില്ല. എല്ലാവരെയും മാനിക്കുന്നു, എല്ലാവരെയും കുറിച്ച് നല്ലത് ചിന്തിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, ഓരോരുത്തരെയും നന്മ കാണുമ്പോൾ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല വീട് കാണുമ്പോൾ നമുക്ക് സന്തോഷം, ഒരാൾ വളർന്നു വരുമ്പോൾ കാണുന്ന നമുക്ക് സന്തോഷം, ഒരാൾക്ക് ഏതെങ്കിലും ദോഷം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖം. നമുക്ക് ബന്ധമുള്ള ആളൊന്നും ആവണമെന്നില്ല. നമുക്ക് ബന്ധമുള്ള ആളുകളാണെങ്കിലും ഒരാൾ നല്ല മനോഹരമായൊരു വീട് പണിതാൽ നമുക്ക് സന്തോഷം. കാരണം നല്ലൊരു വാസ്തുശില്പം, നല്ല സുന്ദരമായ ഒരു കലാശില്പം, നല്ലത്, സന്തോഷിക്കുന്നു. അങ്ങനെ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവം വരുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നാം തീരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ രോഗത്തിൻ്റെ ബാധ മാറും. കർത്താവ് ആ സ്ത്രീയെ കണ്ടു, മനസ്സലിഞ്ഞു. സ്തോത്രം. ഒരാൾ പ്രതിസന്ധിയിലാണെങ്കിൽ യേശുക്രിസ്തുവിന് മനസ്സലിയും. നിങ്ങൾ വിശ്വസിക്കൂ. ഒരാൾ വലയുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് മനസ്സലിയും. ഒരാൾ വേദനിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് മനസ്സലിയും. ഒരാൾ ഭാരപ്പെട്ട് ഞരങ്ങുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് മനസ്സലിയും. ഒരാൾ കടത്തിൽ മുങ്ങി വലയുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് മനസ്സലിയും. യേശുക്രിസ്തു മനസ്സലിയുള്ളവനാണ്. മനസ്സല്ലിയുള്ള പിതാവും സർവ്വാശ്വാസം നൽകുന്ന ദൈവം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനസ്സല്ലിയുള്ള പിതാവും സർവ്വാശ്വാസം നൽകുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഉള്ളലിഞ്ഞു, അടുക്ക് വിളിച്ചു. അവൾ നിവരാൻ വയ്യ, എങ്കിലും പയ്യെ തലയിങ്ങ് ഉയർത്തി നോക്കി. അപ്പോൾ യേശു പയ്യെ അവളുടെ അടുക്കിലേക്ക് നീങ്ങുന്നു.
അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പയ്യെ വതിരുന്നു. യേശു ആ വളഞ്ഞു പോയ മുതുകത്ത് കർത്താവിൻ്റെ കരം വെച്ചു. എന്തൊരു അത്ഭുതം! സൃഷ്ടാവിൻ്റെ കരമാണ് അവിടെ വെച്ചത്. സ്തോത്രം! സൃഷ്ടാവിൻ്റെ കരം അവിടെ വെച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവേ, ഇന്ന് സൃഷ്ടാവിൻ്റെ കരം ഈ പാവപ്പെട്ടവൻ തലമേലൊന്ന് വെക്കണമേ. ഇന്ന് കർത്താവേ, സൃഷ്ടാവിൻ്റെ കരം ഈ ഉള്ളവരുടെ നെറ്റിയിലൊന്ന് വെക്കണമേ. കർത്താവേ, സൃഷ്ടാവിൻ്റെ കരം ഈ നിസ്സാരനായ എൻ്റെ മേലൊന്ന് വെക്കണമേ. പഠിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കർത്താവേ, പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും വായിച്ചാൽ കിട്ടുന്നില്ല കർത്താവേ, എനിക്ക് അറിയാൻ വയ്യ, ഞാൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല. പറയൂ നിങ്ങൾ യേശുവിനോട്, നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾ യേശുവിനോട് പറയൂ, തുറന്നു പറയൂ. അതിന് ഒന്നും ശങ്കിക്കേണ്ട, എല്ലാം പറഞ്ഞിട്ട് കർത്താവോട് പറയണം, കർത്താവേ, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നു, നിൻ്റെ ആണിപ്പോഴുള്ള കാര്യം എൻ്റെ തലവേദന വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട. നിൻ്റെ സാന്നിധ്യം മതി, നിൻ്റെ സഹായം മതി കർത്താവേ, നിൻ്റെ കരസ്പർശം മതി, നീ എന്നെ തൊട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട കർത്താവേ. എനിക്ക് ആകെയുള്ളത് യേശു എന്നെ തൊടണം, യേശു എന്നോടുകൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവേ, യേശുവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണം കർത്താവേ. എത്രക്കാർ എന്നെ തൊടണമേ. രോഗത്തിന് ബന്ധനഴിഞ്ഞു മാറുന്നു. അത്ഭുതം! ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ സ്ത്രീ പെട്ടെന്ന് നിവർന്നു. എന്തൊരത്ഭുതം! കഴിഞ്ഞ 18 കൊല്ലമായി കൂനി ബാധിച്ചിരുന്ന സ്ത്രീ പെട്ടെന്ന് നിവർന്നു. അവൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തി. പെട്ടെന്ന് നിവർന്നു. പെട്ടെന്ന് നിവരട്ടെ, ദൈവത്തിന് സ്തോത്രം. രോഗബന്ധനം കഴിഞ്ഞു പോകട്ടെ, കർത്താവിന് സ്തോത്രം. എല്ലാ രോഗവും, എല്ലാ ശാപവും, എല്ലാ പാപവും, എല്ലാ പൈശാചിക ബാധകളും എല്ലാം മാറിപ്പോകട്ടെ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. യേശുനാഥ, നിൻ്റെ അത്ഭുത വചനങ്ങൾ കേൾക്കുവാനും നിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനും നീ ഞങ്ങളെ വിളിച്ചു ചേർത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഉൾക്കണ്ണ് തുറക്കണമേ, അനുഗ്രഹം പകരണമേ. യേശുനാഥ, നിൻ്റെ മഹത്വമേറിയ വചനത്താൽ ഓരോരുത്തരും പരിശുദ്ധമാക്കപ്പെടണമേ. ജീവിത വിശുദ്ധി അനുഭവിക്കാൻ ഭാഗ്യം നൽകണമേ. അവിടെ രണ്ടാമത്തോട് വേണ്ടി മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.